ഒന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളുടെ പ്രഖ്യാപനം ആരംഭിച്ചു. 2023 ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ പുരസ്കാരം നൽകുന്നത്. എം.ആർ. രാധാകൃഷ്ണന് മികച്ച റീ റെക്കോർഡിംഗിനുള്ള പ്രത്യേക പരാമർശം ഉണ്ട്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഹരികൃഷ്ണൻ ആണ് ചേരുന്നത്. ഹരി, മലയാളത്തിൽ നിന്ന് ഏതൊക്കെ സിനിമകൾ ആയിരുന്നു മാറ്റുരച്ചത്? ഇപ്പോൾ ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ മികവിലെത്തിയിട്ടുള്ള മലയാള ചലച്ചിത്രങ്ങൾ പ്രധാനമായും ഏതൊക്കെയാണ്? അഭിലാഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരപ്രകാരം മികച്ച മലയാള ചിത്രമായിട്ട് ഉള്ളൊഴുക്ക് എന്ന ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ സിനിമ റിലീസ് സമയത്ത് മുതൽ തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരുന്ന ചിത്രവും കൂടിയാണ്. പാർവതിയും ഉർവശിയും പ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രം, ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ചിത്രം. പ്രധാനമായും ഈ കുടുംബ ബന്ധങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമോഷണൽ ആസ്പെക്ട് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഉള്ളൊഴുക്കാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എം.ആർ. രാധാകൃഷ്ണന് അനിമൽ എന്ന സിനിമയിലൂടെ മികച്ച റെക്കോർഡ്സ് എന്ന് പ്രത്യേക പരാമർശം ലഭിച്ചിരിക്കുകയാണ്. അനിമൽ എന്ന ചിത്രം അത്രമേൽ ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി തന്നെ ബോക്സ് ഓഫീസിലും അല്ലാണ്ടും ഈ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടാണ്. അതിൽ എം.ആർ. രാധാകൃഷ്ണന്റെ വർക്കും പ്രത്യേകം ചർച്ച ചെയ്യപ്പെട്ടിട്ടാണ് ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് അവാർഡ് പ്രത്യേക പരാമർശം, ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച തെലുങ്ക് ചിത്രമായിട്ട് ഭഗവന്ത് കേസരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് ഷോക്കിംഗ് ആയിരിക്കാം, പ്രത്യേകിച്ച് തെലുഗു ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ഷോക്കിംഗ് ആയിരിക്കും. എന്തായാലും നന്ദമുരി ബാലകൃഷ്ണ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ഭഗവന്ത് കേസരി. 2023 സെൻസർ ചെയ്യപ്പെട്ട ചിത്രങ്ങളാണ് ഇപ്പോൾ 71ാമത് ദേശീയ പുരസ്കാര നിശയിൽ അവാർഡിനായി പരിഗണിക്കപ്പെടുന്നത്. അതിൽ മികച്ച തെലുങ്ക് ചിത്രമായിട്ട് ഭഗവന്ത് കേസരി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. മികച്ച തമിഴ് ചിത്രമായി പാർക്കിംഗ് എന്ന ചിത്രമാണ് വന്നിരിക്കുന്നത്. അത് ഹരീഷ് കല്യാണാണ് നായകനായി എത്തിയത്. അത് രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഈഗോ ക്ലാഷ് തന്നെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. അതൊരു വളരെ ഫണ്ണായി, വളരെ ഹ്യൂമർ മൂഡിലാണ് ആ സിനിമ സംസാരിക്കുന്നത്. ഭഗവന്ത് കേസരി ആവട്ടെ ഇന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങളെല്ലാം ആ സിനിമയിൽ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. മികച്ച ഗുജറാത്തി ചിത്രമായിട്ട് വാഷ് എന്ന സിനിമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അത് കൃഷ്ണദേവ് യാഗ്നിക്കാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ബിഗ് ബോക്സ് സീരീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആ ചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നോൺ ഫീച്ചർ വിഭാഗം പൂർത്തിയായിരുന്നു. എന്തായാലും ഉള്ളൊഴുക്കിന് അവാർഡ് ആണ് മികച്ച മലയാള ചിത്രത്തിന് നിലവിൽ. അത് മാത്രമാണ് മികച്ച മലയാള ചിത്രത്തിലുള്ള രീതിയിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓരോ സംസ്ഥാനങ്ങളിലായി മികച്ച ചിത്രങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതായി മികച്ച നടൻ, അതിനുവേണ്ടി വിക്രന്ത് മാസി തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നത് വേണം മനസ്സിലാക്കാൻ. വിക്രന്ത് മാസിക്ക് അത്രമേ, പ്രത്യേകിച്ച് 12th ഫെയിൽ എന്ന സിനിമയിലൂടെ വിധു വിനോദ് ചോപ്ര വിക്രന്ത് മാസിയെ വേറൊരു തലത്തിലാണ് എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. ആ സിനിമയിൽ വിക്രന്ത് മാസിയുടെ പ്രകടനത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എവരും ഉറ്റുനോക്കുന്നത്. വിക്രന്ത് മാസി മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെന്ന് അന്ന് മുതൽ തന്നെ, ആ സിനിമ റിലീസ് ആവുന്നത് മുതൽ തന്നെ ഒരു മികച്ച നടനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്ന് പ്രേക്ഷകർ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മികച്ച നടിയായിട്ട് റാണി മുഖർജിയുടെ പേര് ആണ് വരുന്നത്, മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളത് വേണം എടുത്ത് പറയാൻ. റാണി മുഖർജി വർഷങ്ങളായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഒരു ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റാണി മുഖർജിക്ക് മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലൂടെ, ഗംഭീര സിനിമയും കൂടിയാണ്, ആ സിനിമയിലൂടെ പ്രകടനത്തിന് റാണി മുഖർജിക്ക് അവാർഡ് ലഭിക്കുകയാണെങ്കിൽ അത് റാണിയുടെ സിനിമാ കരിയറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ നേട്ടം തന്നെയാകും, അതൊരു പുതിയ ചരിത്രം തന്നെയാകും എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു രണ്ട് പുരസ്കാരങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ എടുത്ത് നോക്കുമ്പോഴേക്കും ഇവരും ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാം ബഹാദൂർ ആണ് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട്. ആ സിനിമ സാം ബഹാദൂർ എന്ന ചിത്രം ആണ് മികച്ച മേക്കപ്പിനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ചിത്രമായിട്ട് പറയേണ്ടത്. അത് വിക്കി കൗശൽ പ്രധാന വേഷത്തിലെത്തിയ ചിത്രവും കൂടിയാണ് സാം ബഹാദൂർ. സാം ബഹാദൂർ എന്ന ചിത്രത്തിനാണ് മികച്ച മേക്കപ്പിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച മ്യൂസിക് ഡയറക്ടർ ജി.വി. പ്രകാശ് കുമാറിന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വാത്തി എന്ന ചിത്രത്തിലൂടെ ധനുഷ് നായകനായ ചിത്രമാണ്. വാത്തി എന്ന ചിത്രത്തിലൂടെ ജി.വി. പ്രകാശ് കുമാർ മികച്ച മ്യൂസിക് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അനിമൽ എന്ന ചിത്രത്തിന് വേണ്ടി ഹർഷവർദ്ധൻ രമേശ്വറാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ആ സിനിമയുടെ BGM പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ കമേഴ്ഷ്യൽ രീതിയിൽ അനിമൽ എന്ന ചിത്രം വളരെയധികം സക്സസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവാർഡ് നിശയിലും തിളങ്ങുകയാണ് അനിമൽ എന്നത് വേണം പറയാൻ. വാത്തി എന്ന സിനിമയിലാണ് മികച്ച ഗാനങ്ങൾ അത് ജി.വി. പ്രകാശ് കുമാറിനാണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് കോറിയോഗ്രാഫി റോക്കി ഓർ റാണി ഹി പ്രേം കഹാനി എന്ന സിനിമയാണ്. രൺവീർ സിംഗും ആലിയ ഭട്ടും പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ്. അതാണ് മികച്ച കോറിയോഗ്രാഫി. ആ ഗാനത്തിനാണ് മികച്ച കോറിയോഗ്രാഫി ഉള്ളത്. വൈഭവി മർച്ചൻ്റാണ് ആ സിനിമ ആ ഗാനത്തിന് ഡാൻസ് കോറിയോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ പുരസ്കാര നിശ്ചയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബെസ്റ്റ് പ്രൊഡക്ഷൻ ഡിസൈനർ 2018 മലയാള ചിത്രമായ 2018 മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. മോഹൻദാസ് ആണ് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. 2018 എന്ന ചിത്രം അത്രമേൽ നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പ്രളയം ആസ്പദമാക്കി
ആസ്പദമാക്കിക്കൊണ്ട് 2018 കേരള ജനതയെ നടുക്കിയ ആ സിനിമയ്ക്ക് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെടുന്നു. മോഹൻദാസിന് ദേശീയ അവാർഡ് ലഭിക്കുന്നു 2018 എന്ന ചിത്രത്തിലൂടെ. അഭിലാഷ്, അതാണ് ഒരു മലയാളി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറിലൂടെയാണ് അത് നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു മലയാളി നേട്ടം വന്നിരിക്കുന്നു. അത് മോഹൻദാസിന് ലഭിച്ചിരിക്കുന്നു. 2018 എന്ന സിനിമയിലൂടെ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് മോഹൻദാസ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മികച്ച സൗണ്ട് ഡിസൈനായിട്ട് അനിമൽ എന്ന ചിത്രത്തിൽ തന്നെയാണ് അനിമലിനാണ് എം.ആർ. രാധാകൃഷ്ണന്റെ മികച്ച റീ റെക്കോർഡിസ്റ്റിന്റെ ഒരു പ്രത്യേക പരാമർശം ലഭിച്ചിരുന്നത്. എന്തായാലും സച്ചിൻ സുധാകർ, ഹരിഹരൻ മുരളീധരൻ എന്നിവരാണ് സൗണ്ട് ഡിസൈനേഴ്സ് അനിമൽ എന്ന ചിത്രത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച തിരക്കഥ സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനലിന് തെലുഗു ചിത്രമായ ബേബിക്കും രണ്ടാമത് പാർക്കിംഗ് എന്ന ചിത്രത്തിനുമാണ് മികച്ച സ്ക്രീൻ പ്ലേ റൈറ്ററായിട്ട് കിട്ടുന്നത്. പാർക്കിംഗ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് രാംകുമാർ ബാലകൃഷ്ണനാണ്, അദ്ദേഹത്തിനാണ് അവാർഡ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ബേബി എന്ന ചിത്രത്തിന്റെ സ്ക്രീൻ പ്ലേ റൈറ്റർ സായി രാജേഷ് നീലമാണ്, അദ്ദേഹത്തിനും രണ്ടുപേരും കൂടി ഷെയർ ചെയ്യുകയാണ് മികച്ച സ്ക്രീൻ പ്ലേ റൈറ്റർ ഒറിജിനൽ. ഡയലോഗ് റൈറ്റർ സിർഫ് എക് ബന്ദ കാഫി ഹേ എന്ന് പറയുന്ന ഹിന്ദി സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ദീപക് കിങ്റാണിയാണ് ആ സിനിമയുടെ ഡയലോഗ്സ് സംഭാഷണം എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും മലയാളിക്ക് ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നു, മോഹൻദാസിന് ഒരു പുരസ്കാരം ലഭിക്കുന്നു മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ട് 2018 എന്ന സിനിമയിലൂടെ. തീർച്ചയായും മികച്ച എഡിറ്റിംഗിനുള്ള പുരസ്കാരവും മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. മിഥുൻ മുരളിയാണ് ചിത്രം പൂക്കളം എന്ന ചിത്രത്തിന് പൂക്കാലം എന്ന ചിത്രത്തിലൂടെ തന്നെയാണ് അഭിലാഷ്, അത് തന്നെയാണ് മറ്റൊരു മലയാളി നേട്ടവും കൂടെ സ്വന്തമാക്കിയിരിക്കുന്നു. മികച്ച എഡിറ്റർ ആകുന്നു മിഥുൻ മുരളി. ആ സിനിമ, പ്രത്യേകിച്ച് പൂക്കാലം എന്ന ചിത്രം തിയേറ്ററിൽ റിലീസ് ചെയ്ത ചിത്രം, അത് അത്രമേൽ പ്രേക്ഷകരെ വൈകാരികമായി കണക്ട് ചെയ്ത ചിത്രവും കൂടിയാണ്. ആ സിനിമ എന്തായാലും കണക്ട് ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളത് വരുന്നു. മിഥുൻ മുരളിക്ക് അവാർഡ് ലഭിക്കുന്നു. രണ്ടാമത് ഒരു മലയാളി നേട്ടം കൂടി സംഭവിച്ചിരിക്കുന്നു എന്നത് പറയേണ്ടി വരും. മിഥുൻ മുരളിക്ക് മികച്ച എഡിറ്റർ അവാർഡ് ലഭിക്കുന്നു. നമ്മൾ മറ്റു അവാർഡിലേക്ക് മികച്ച സിനിമാറ്റോഗ്രഫി കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് നേടിയിരിക്കുന്നത്. പ്രശാന്ത് മുഹബത്രയാണ് അതിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കാണ് മികച്ച സിനിമാറ്റോഗ്രഫി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും അഭിലാഷ്, 2 മലയാളി നേട്ടങ്ങൾ നിലവിൽ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടി വരും. ഒന്ന് മിഥുൻ മുരളി നേടുന്നു, മറ്റൊന്ന് മോഹൻദാസ് നേടുന്നു. മോഹൻദാസ് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ ആകുമ്പോൾ 2018 എന്ന സിനിമയിലൂടെ നേടുമ്പോൾ പൂക്കാലം എന്ന ചിത്രത്തിലൂടെ മിഥുൻ മുരളി മികച്ച എഡിറ്ററായിട്ട് മാറുന്നു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ 2 പുരസ്കാരങ്ങൾ ലഭിക്കുന്നു. മികച്ച മെയിൽ പ്ലേബാക്ക് സിംഗറായിട്ട് ബേബി എന്ന ചിത്രത്തിലൂടെ PVNS രോഹിത്തിന് അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. അതൊരു തെലുഗു ചിത്രമാണ്. ബേബിക്കായിരുന്നു മികച്ച ഒറിജിനൽ സ്ക്രീൻ പ്ലേക്ക് ഉള്ള അവാർഡും കൂടി ലഭിച്ചിരുന്നത്. അങ്ങനെ ബേബി എന്ന ചിത്രം തെലുഗു സിനിമയ്ക്ക് വേണ്ടിയിട്ട് 2 അവാർഡുകൾ നേടിക്കൊടുക്കുന്നു. മികച്ച ഫീമെയിൽ പ്ലേബാക്ക് സിംഗറായിട്ട് ശില്പ റാവുവിനെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ചലിയ എന്ന ഗാനമാണ് ജവാൻ എന്ന ചിത്രത്തിൽ, ഷാറൂഖ് ഖാന്റെ ജവാൻ എന്ന ചിത്രത്തിലെ ചലിയ എന്ന ഗാനത്തിനായി ശില്പ റാവുവിന് മികച്ച ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ അവാർഡ് ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ എടുത്തു പറയേണ്ടത് മികച്ച ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ അവാർഡ് പ്രഖ്യാപനം നടക്കുകയാണ്. പക്ഷേ അഭിലാഷ്, മലയാളിക്ക് 2 പുരസ്കാരം, മികച്ച മലയാള ചിത്രമായിട്ട് ഉള്ളൊഴുക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങേയറ്റം ഡിസേർവിംഗ് ആണെന്നുള്ളത് പറയേണ്ടി വരും. ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിന് പ്രധാനമായും മികച്ച മലയാള ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള അവാർഡ് ഉള്ളൊഴുക്ക് നേടുമ്പോൾ 2 നേട്ടങ്ങൾ മോഹൻദാസിനും മിഥുൻ മുരളിക്കും ഇരുവർക്കുമായിട്ട് അവാർഡുകൾ ലഭിക്കുന്നു. അതും 2018 എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി. കാരണം ആ സിനിമ എങ്ങനെയാണ് പുൾ ഓഫ് ചെയ്തതെന്ന് ഇന്ത്യൻ സിനിമാ ലോകം തന്നെ ഏവരും ഉറ്റുനോക്കിയിരുന്ന കാര്യമാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രളയം സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ആ സിനിമയിൽ നിങ്ങൾ ഇത്രയധികം അങ്ങനെ ഒരു 2018 ഉണ്ടായ പ്രളയം, കേരളത്തെ പിടിച്ചൊലുക്കിയ ആ പ്രളയം എങ്ങനെയാണ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തതെന്ന് ബോളിവുഡിൽ നിന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ പോലും സംവിധായകൻ ജൂഡ് ആന്റണി ജോസഫ് പറഞ്ഞത് ഞങ്ങളുടെ ഒരു മാസ്റ്റർ പീസാണ്, ഞങ്ങൾ പുറത്തു പറയില്ല എന്നുള്ളതാണ് സംവിധായകൻ അന്നും ഇന്നും പറയുന്ന വാക്കുകൾ. അതിന് മികച്ച പ്രൊഡക്ഷൻ ഡിസൈനറായി ഏറ്റവും അർഹിച്ച കൈകളിലേക്ക്, മോഹൻദാസിന്റെ കൈകളിലേക്ക് തന്നെ 2018 എന്ന സിനിമയിലൂടെ തന്നെ പോകുന്നു എന്നുള്ളതാണ്. ആ സിനിമ മോൾഡ് ചെയ്തെടുക്കാൻ പെടുന്ന പാട്. കാരണം എങ്ങനെയാണ് നിങ്ങൾ ഒരു പ്രളയം സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് ആ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഉണ്ടായിരുന്ന ചോദ്യം, അത് പിന്നീട് സിനിമയായി കണ്ടപ്പോൾ പ്രേക്ഷകർ തിയേറ്ററുകളിൽ കണ്ടത് അവരുടെ സ്വന്തം ജീവിതം തന്നെയായിരുന്നു. അതാണ് മോഹൻദാസിന് അവാർഡായിട്ട് നേടിക്കൊടുക്കുന്നത് എന്നതും കൂടി പറയേണ്ടി വരും. പൂക്കാലം എന്ന സിനിമയിൽ മികച്ച എഡിറ്ററായിട്ട് തന്നെ മിഥുൻ മുരളിക്ക് നേടുമ്പോഴേക്കും അതും അർഹിച്ച കൈകളിലേക്ക് തന്നെ പോകുന്നു എന്നതും കൂടി സൂചിപ്പിക്കേണ്ടതാണ് അഭിലാഷ്. പക്ഷേ നിലവിൽ 2 അവാർഡുകളാണ് മലയാളി നേട്ടങ്ങളായിട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ ആവർത്തിക്കാം, മികച്ച തെലുഗു ചിത്രമായിട്ട് ഭഗവന്ത് കേസരി എന്ന സിനിമയ്ക്കാണ് നേടുന്നത്. നന്ദപുരി ബാലകൃഷ്ണനാണ് അതിൽ പ്രധാന വേഷത്തിലെത്തിയത്. അനിൽ രവിപുടിയാണ്